ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പലരിലും ഉയരാറുള്ള ഒരു ചോദ്യം, അതല്ലെങ്കിൽ പലരുടെ നാവിൽ നിന്ന് നാം കേട്ടിട്ടുള്ള ഒരു കമന്റ്, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തിനു സഹിക്കണം? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായിരിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തിനു സഹിക്കണം? ഇത് ന്യായമാണോ? അങ്ങനെ ചിന്തിക്കുന്നത് പോലും ന്യായമാണോ എന്നുള്ളത് വചന വെളിച്ചത്തിൽ നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഇതൊരു സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയത് മറ്റൊരാള് തിന്നാൻ എന്നല്ല, അദ്ദേഹം ഉപയോഗിച്ച പദം നക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയാ. അങ്ങനെ അതാരും ഇത് ലാഘവ ബുദ്ധിയോടുകൂടി എളുപ്പ രീതിയിൽ അത് അനുഭവിക്കാൻ നോക്കണ്ട. അത് ഞാൻ സമ്മതിക്കത്തില്ല. ഞാനുണ്ടാക്കിയത് എനിക്ക് വേണ്ടിയാണ്. ഇനി അത് ഞാനെന്തിനാ മറ്റുള്ളവർക്ക് സുഖജീവിതത്തിന് കൊടുക്കുക? ഇങ്ങനെയുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങളോ സഹനങ്ങളോ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഇനി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഒരു സന്ദേശം എന്താണെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വേറൊരു സംഭവം, ഒരു ദമ്പതിമാർ അവർ പറഞ്ഞത്, ഞങ്ങൾ മക്കളെ കഷ്ടപ്പെട്ടു വളർത്തി, കഷ്ടപ്പെട്ടു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു, അവരെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. അത് കഴിഞ്ഞ് രണ്ട് മക്കളോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് പിള്ളേരുണ്ടാകുമ്പോൾ ഞങ്ങളെ പ്രതീക്ഷിക്കരുത്, ഞങ്ങൾ വന്ന് അവരെ നോക്കിക്കോളും എന്ന് പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ ആവശ്യത്തിലേറെ ഞങ്ങളുടെ മക്കളെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടായ നിങ്ങൾ നോക്കിക്കോണം. ഈ രീതിയിലൊക്കെ ഈ സഹിക്കുന്ന കാര്യം വരുമ്പോഴും കൊടുക്കുന്ന കാര്യം വരുമ്പോഴും അളന്നു തൂക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും, കണക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയിലേക്ക് വരാൻ ദൈവമക്കളായി നമ്മളെ ആത്മീയ പക്വത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മെ വചനം ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് യേശു നൽകിയ പാഠം എന്തായിരുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 7-8 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. പാപികൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കെ ആ ശത്രുക്കൾക്ക് വേണ്ടി ദൈവം ചെയ്യാൻ തയ്യാറായൊരു കാര്യം, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കി. ഇവിടെ ശരിക്കും നമ്മൾ കാണുന്നത്, ജീവൻ പോലും കൊടുത്ത് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി. 2 കൊരിന്തോസ് 5:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിന് ഏറ്റവും അനിഷ്ടമായൊരു കാര്യമായിരുന്നു പാപമാകുക. കർത്താവ് ചെയ്തത് എന്താ? അവൻ പാപമായി നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തു. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ആ അളവറ്റ സ്നേഹം. ഗലാത്യർ 3-ാം അധ്യായം 13 എടുത്താലോ, നമ്മുടെ ശാപം അവൻ ഏറ്റെടുത്തു. നമ്മെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കർത്താവ് ചെയ്തൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് യേശു നൽകിയ ആ പാഠം വളരെ വലിയ ഒരു പാഠമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. യെശയ്യാ 53 5-ാമത്തെ വചനം, അതുപോലെ തന്നെ 1 പത്രോസ് 2:24 അവിടെയെല്ലാം നമ്മൾ കാണുന്ന ഒരു കാര്യം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേറ്റു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ മുറിവിലൂടെ നമുക്ക് പാപമോചനവും അതുപോലെ തന്നെ സൗഖ്യവും കൈവന്നിരിക്കുന്നു. ഇത്ര വലിയ കാര്യമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് യേശു തന്ന പാഠം നമ്മൾ തിരിച്ചറിഞ്ഞു. പൗലോസ് നൽകുന്ന പാഠം അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 2 തീമോത്തി 2-ാം അധ്യായം 8 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നു. ഇതാർക്ക് വേണ്ടിയാ? വിശ്വാസികൾക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സ്വർഗത്തിൽ എത്തിക്കേണ്ടതിന്
ജയിലിൽ കിടക്കാനും അവൻ റെഡിയാകുന്ന ഒരു രംഗം കാണാൻ പറ്റും. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരാത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ വേണേ കുത്തിയിരുന്ന് കല്ലും മണ്ണും തിന്നണോ, അതിനും റെഡിയാണ്. ഇവിടെ ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എത്രമാത്രം വില കൊടുക്കാൻ, സഹനമെടുക്കാൻ തയ്യാറാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കൊളോസസ് 1-ാം അധ്യായം 24-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, സഭയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവ് നികത്താൻ, അത് സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ഒരു ശരീരമാണ്. എന്തെങ്കിലും കുറവ് വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വന്നതായിരിക്കാം, സഹനമേറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന പൗലോസ്ലീഹായെ നമ്മളിവിടെ കാണുന്നുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പൗലോസിൻ്റെ സഹനം രോഗമായിരുന്നോ? അല്ല. സാമ്പത്തിക ക്ലേശമായിരുന്നോ? അല്ല. ഇതൊന്നും ആയിരുന്നില്ല പൗലോസിൻ്റെ സഹനം. പിന്നെ നമുക്ക് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 തീമോത്തി 4:16 വായിച്ചാൽ തിരസ്കരണം. പൗലോസ് പറയാം, ഞാനൊരു അഭിപ്രായമായി മുമ്പോട്ട് വന്നപ്പോൾ എന്നെ അംഗീകരിക്കാൻ ആരുമില്ലായിരുന്നു. തിരസ്കരിക്കപ്പെട്ട ആ ഒരു തിക്താനുഭവം അതിലൂടെ കടന്നുപോയവനാണ് പൗലോസ്ലീഹ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനം 26-24 വായിച്ചാലോ, ഫെസ്തൂസ് അവനെ വിളിച്ചത് ഭ്രാന്തനെന്നാണ്. ഇനി അത് എന്തുമാത്രം മനസ്സിന് പ്രയാസം കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ആരെങ്കിലും എന്നെ വട്ടാന്ന് വിളിച്ചാൽ എനിക്ക് വിഷമം തോന്നാതിരിക്കുമോ? നിനക്ക് ഭ്രാന്താണ് പൗലോസേ, നിന്റെ അറിവ് നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 26-24. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 16-25 മുതൽ വായിക്കുമ്പോൾ ജയിലിൽ കിടക്കുന്ന പൗലോസിനെ സീലാസിനെ കാണാൻ പറ്റും. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? അല്ല. ഒരു നല്ല കാര്യം ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ പിശാചുബാധ ഒഴിപ്പിച്ചിട്ട് അവസാനം ഇവര് ജയിലിൽ കിടക്കേണ്ടതായി വന്ന ആ ഒരു അവസ്ഥ. അപ്പോസ്തല പ്രവർത്തനം 27-28 അധ്യായങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, കപ്പൽ അപകടം, അതുപോലെ തന്നെ മാൾട്ടാ ദ്വീപിൽ ചെന്നിറങ്ങിയപ്പോൾ അണലിപ്പാമ്പിൻ്റെ ആ ഒരു ദ്രോഹം, ഇങ്ങനെ എന്തെല്ലാം സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് പൗലോസ് നമുക്ക് കാണാൻ പറ്റും. 2 കൊരിന്തോസ് 11-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അപ്പസ്തോലൻ്റെ സഹനം എന്ന തലക്കെട്ടിൽ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള സഹനങ്ങൾ: കാരാഗ്രഹവാസം, എണ്ണമറ്റ പ്രഹരം, മരണവക്കിലെത്തി നിൽക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ അടി, കല്ലേറ്, കൊള്ളക്കാരിൽ നിന്ന് ദ്രോഹം, ഇതെല്ലാം സഹിക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിൻ്റെ ഒരു പൊട്ടും പൊടിയെങ്കിലൊക്കെ എടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കാറുണ്ടോ? ശുദ്ധമായ സഹനം ശുദ്ധമായ വിവേകം നൽകുമെന്ന് കുരിശിലെ വിശുദ്ധ യോഹന്നാൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല സഹനം നമ്മൾ ആരേറ്റെടുത്താലും അതിൻ്റേതായിട്ടുള്ള സൽഫലമുണ്ടാകും. ആ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ ജീവിതാവസ്ഥയിൽ കർത്താവ് അനുവദിക്കുന്ന സഹനങ്ങൾ എടുത്ത് അത് സഭയ്ക്കും മറ്റ് നമ്മുടെ സഹോദരങ്ങൾക്കും ഉപകാരമാകും എന്നുള്ള ആ ബോധ്യത്തിൽ മുന്നേറുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.